ഹായ് ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ക്രിസ്മസ് വെയർ എന്ന് വേണേൽ പറയാം. കാരണം റെഡിഷ് മെറൂണും വൈറ്റും കൂടി മിക്സ് വരുന്ന ഒരു ഡ്രസ്സാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ സ്മോൾ സൈസിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ എല്ലാവരോടും കൂടെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോലല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയുക, നമ്മൾ പഴയ ഒരു സാരി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഫുള്ളായിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് വേറൊന്നും കൊണ്ടല്ല, ഫസ്റ്റ് എനിക്കിത് എടുക്കാനുള്ള കുറച്ചധികം ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല എനിക്കിപ്പോൾ. ഞാൻ തന്നെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പോൾ കുറച്ച് പാടുണ്ടായിരുന്നു അത് കട്ടിങ്ങും ഇതൊക്കെ എടുക്കാൻ. പക്ഷേ ഇപ്രാവശ്യത്തേക്കിന് ഞാനതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളും കാണുക. ഈ ഡ്രസ്സ്, അതായത് നിങ്ങൾ തമ്പനയിലിൽ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഡ്രസ്സ് ഫുള്ളായിട്ടും ചെയ്യുന്നതിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് ഒന്നും മിസ് ചെയ്യാതെ തന്നെ എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത്, ആദ്യം തന്നെ പറയട്ടെ, മെറ്റീരിയൽ എടുത്തിരിക്കുന്നത് പിന്നെ റെഡിഷ് മെറൂൺ കളറിലുള്ള കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ടോപ്പിന് എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കോട്ടിന് എടുത്തിരിക്കുന്നത് കോട്ടൺ, പ്യുവർ കോട്ടൻ്റെ കുറച്ച് വർക്ക് വരുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാണ് കേട്ടോ. 5 മീറ്ററിന് 395 സംതിങ് അങ്ങാണ്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഞാൻ ആക്ച്വലി ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഈ 5 മീറ്ററും വേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ ആ 5 മീറ്ററും ആ കോട്ടിലേക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ആ ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ സ്മോൾ സൈസിലാണ് ഞാൻ ടോപ്പ് കട്ട് ചെയ്തെടുക്കുന്നത്. കഴുത്തിൻ്റെ വിഡ്ത്ത്, അതായത് നെക്കിൻ്റെ വിഡ്ത്ത് കൊടുത്തിരിക്കുന്ന 2.5 സെൻറ്റിമീറ്ററും പിന്നെ ഷോൾഡർ വിഡ്ത്ത് 2.5 പ്ലസ് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് ഒരു ഷോൾഡറിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്രാവശ്യം ഒരു ഡിഫറൻസിന് സ്ക്വയർ നെക്ക് പാറ്റേൺ ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. ഞാൻ അങ്ങനെ സ്ക്വയർ ഇടാറില്ലെന്നല്ല, തയ്ക്കാറില്ല. അതായത് എനിക്ക് വേണ്ടി ഞാൻ തയ്ച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം സ്ക്വയർ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിതിനകത്തൊരു അബദ്ധം പറ്റി കേട്ടോ. നമ്മൾ നോർമലി റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു 1/2 ഇഞ്ച് എങ്കിലും കുറച്ചിട്ട് സ്ക്വയർ നെക്ക് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. എന്താ പറയുക, ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടോ, നോർമലി റൗണ്ടിനേക്കാളും ശരിക്കും റൗണ്ട് എടുക്കുന്ന അതേ അളവിൽ തന്നെ എടുത്തു. ശരിക്കും പറഞ്ഞാൽ റൗണ്ട് എടുക്കുന്നതിൻ്റെ അത്രയും സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേനും കുറച്ച് നെക്ക് ഇറങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ നോർമലി റൗണ്ട് നെക്കിന് എടുക്കുന്ന ലെങ്തിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് സ്ക്വയറിന് എടുത്താൽ മതി. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഞാൻ ബാക്കിൽ കെട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ അത് ഇടുമ്പം എന്നിട്ട് ഇപ്പോൾ കോട്ടും കൂടെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറ്റി പിൻ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വേണമെങ്കിൽ എന്തെങ്കിലും ലേസ് എനിക്ക് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുകയും ചെയ്യാം. അത്രയ്ക്ക് ബോറൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഫോട്ടോ കണ്ടാൽ അറിയാം, വലിയ ബോറൊന്നുമില്ല. പിന്നെ അത് എനിക്കിത് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് ഇത്തിരി പ്രശ്നമുണ്ട്. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടോ ജസ്റ്റ് ഒരു പാർട്ടി വെയർ ആയിട്ടോ ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ ആയിട്ടോ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 3 ടൈപ്പിൽ ഇത് വെയർ ചെയ്യാം. ഒന്ന്, ഈ കോട്ടൻ്റെ ടോപ്പും, കോട്ടൺ സിൽക്കിൻ്റെ ടോപ്പും ഒരു പാൻറ്റ്, ഒരു ലെഗിങ്സോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ബോട്ടം പാൻറ്റോ അതിൻ്റെ കൂടെ ഒരു ഷാളും കൂടെ പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാം. അത് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ അതല്ലെങ്കിൽ ഇതിൽ പിന്നെ ലെഗിങ്സ് ഒഴിവാക്കി ചെറിയ ഷോർട്ട്സ് ഇട്ടിട്ട് ഒരു ഫ്രോക്ക് പോലെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഫ്രോക്ക് പോലെ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കോട്ടൺ സിൽക്കിൻ്റെ ടോപ്പ് സ്പ്ലിറ്റഡ് ടോപ്പ് അല്ലാണ്ട് അംബ്രല്ല ടോപ്പ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നെനിക്ക് തോന്നി. എന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഫ്രോക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇത് നോർമലായിട്ട് മറ്റേ ലെഗിങ്സ് മാത്രം ഇട്ടിട്ട് ടോപ്പും പാൻറ്റും കൂടെ ടോപ്പും കോട്ടും കൂടി ഇട്ടിട്ടും പെയർ ചെയ്യാവുന്നതാണ്, നല്ലതാണ്. അപ്പോൾ അത് രണ്ടുമാണ് ഞാൻ പെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന രീതി രണ്ടും ഞാൻ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. തമ്പനയിൽ കണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞില്ല കേട്ടോ, ഈ കൈ വെട്ടുന്ന സമയത്ത് ഞാൻ കൈ ശരിക്കും കുറച്ചുകൂടെ ലെങ്ത് ഉള്ള കൈയാണ് ഉദ്ദേശിച്ചിരുന്നത്, എൻ്റെ പ്ലാനിലുണ്ടായിരുന്നത്. പക്ഷേ മെറ്റീരിയൽ 2 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ, 2.5 മീറ്റർ പോലും തികച്ച് മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയുടെ ലെങ്ത് കുറച്ചു, മുട്ട് വരെയുള്ള ലെങ്ത് എടുത്തിട്ടുള്ളൂ.
9 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. 9 ഇഞ്ചും ചെറിയ രീതിയിലൊരു തയ്യൽ തുമ്പുമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാവരും അറിയില്ല, ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, ചെയ്യുന്നവർ ചെറിയൊരു ടെക്നിക്ക്, കൈക്കുഴിയും കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കൈ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗം മാത്രം, 2 കൈയുടെയും ഫ്രണ്ട് പോർഷൻ വരുന്ന ഭാഗം മാത്രം ഒരു 4 ഇഞ്ച് കയറ്റി വെട്ടി കൊടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ബോഡി പോർഷനിലും ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് ഫ്രണ്ട് പോർഷനിൽ മാത്രം 4 ഇഞ്ച് കയറ്റി വെട്ടിക്കൊടുക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചും കൂടി കറക്റ്റായിട്ട് നിൽക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡി പാർട്ടിൽ നമ്മൾ ബ്ലൗസിനൊക്കെ ചെയ്യുന്ന മാതിരി ചെറിയൊരു ടക്കിട്ട് കൊടുത്താലും നന്നായിട്ടിരിക്കും. അതായത് കൈക്കുഴിയുടെ അവിടുന്ന് പിന്നെ ബ്രസ്റ്റ് പോയിൻ്റ് വരെ നമുക്ക് ചെറുതായിട്ടൊരു എന്താ പറയുക, എന്തായിരുന്നു പേര് പറയുന്നത്, ഞാൻ മറന്നുപോയല്ലോ, ആ ഒരു ടക്കിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. പക്ഷേ എനിക്കെന്തോ അവിടെ ഒരു കട്ടിങ്ങോ അവിടെ ഒരു ടക്കോ ചുരിദാർ ടോപ്പിൽ വരുന്നതിൽ എനിക്കെന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്, എന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇടാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത്. പക്ഷേ കുറച്ചും കൂടി ഫിനിഷ് അങ്ങനെ ഒരു ടക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബ്ലൗസിൻ്റെ ഒക്കെ ഒരു ഫിനിഷ് നമുക്ക് അവിടെ കൊണ്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൻ്റെ പോർഷനിലേക്ക് ആദ്യം സ്റ്റിഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് നമ്മുടെ പിന്നെ കോട്ടൺ സിൽക്കിൻ്റെ തന്നെ മെറ്റീരിയൽ എടുത്തേക്കുന്നത്, അതിലേക്ക് ഞാൻ സ്റ്റിഫ് ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ബാക്ക് പോർഷൻ മടക്കി തയ്ച്ച് ഒരു സ്ക്വയർ ടൈപ്പിൽ എടുക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഞാൻ നെക്കിലേക്ക് പിടിപ്പിക്കുന്നു. ഈ നെക്കിലേക്ക് പിടിപ്പിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്റ്റിച്ച് ഒരിക്കലും ഈ സ്റ്റിഫേ കയറി പിടിക്കരുത്. അതായത് സ്റ്റിഫേ കൂടെ സ്റ്റിച്ച് ചെയ്യരുത്. ഞാൻ മുമ്പ് ചെയ്തിരുന്നൊരു പരിപാടിയാണത്. അതിങ്ങനെ പിടിപ്പിച്ചിട്ട് ഞാൻ നേരെ കറക്റ്റ് സ്റ്റിഫിൽ വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് സ്റ്റിഫേ കൂടെ വെച്ച് തയ്ക്കും, എന്നിട്ട് തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഉരുണ്ടിരിക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ഒരു പാറ്റേൺ കിട്ടത്തില്ല, ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. പകരം ഈ സ്റ്റിഫിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് പിന്നെ ലൈനിങ് പീസ് കട്ട് ചെയ്ത് കളയും. എന്നിട്ട് ആ 4 ഇഞ്ച് സ്റ്റിഫിൻ്റെ തൊട്ടരികത്ത് വെച്ച് സ്റ്റിഫേ കയറാതെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കോർണറും ഇപ്പോൾ റൗണ്ടൊക്കെ തയ്ക്കുവാണെങ്കിൽ ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പും അങ്ങനെ ഏത് ഡിസൈൻ തയ്ച്ചാലും കുറച്ചും കൂടി വൃത്തിയായിട്ട് നീറ്റായിട്ടും ആ ഒരു ഡിസൈൻ കിട്ടാൻ നല്ലത് ഈ പറഞ്ഞ ടെക്നിക്കാണ്. നമ്മൾ അബദ്ധം പറ്റുമ്പോഴാണല്ലോ പുതിയത് പഠിക്കുക. എനിക്ക് അബദ്ധം പറ്റിയപ്പം മനസ്സിലായ കാര്യങ്ങളാട്ടോ പറയുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പോൾ ഞാനിതിങ്ങനെ അടിച്ച് തിരിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്ക് നെക്ക് പിന്നെ റൗണ്ടാണ്, കുറച്ച് ഇറക്കിയിട്ടാണ് ബാക്ക് നെക്ക് കട്ട് ചെയ്തത്. എന്നിട്ട് ബാക്ക് നെക്കും കൂടി തയ്ച്ച് തിരിച്ചെടുക്കണം. ഇനി ബാക്ക് നെക്ക് പിന്നെ ഇതിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ ഫ്രണ്ട് നെക്കിൽ ഞാൻ പുറമേ കൂടി ഒരു പതിച്ചടിക്കാന്ന് പറയാം, പതിച്ചടിക്കുന്നുണ്ട്. ശരിക്കും ആ പതിച്ചടിക്കാതെയും ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് അയൺ ചെയ്ത് ഇപ്പം ഇങ്ങനെ അടിച്ചതിന് ശേഷം തിരിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചിട്ട് എമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്ക ഫിനിഷായിട്ടിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് ലൈനിങ് മെറ്റീരിയൽ വെച്ചിട്ടില്ല. ഒന്നാമത്തെ കോട്ടൺ ഫാബ്രിക് കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക് ശകലം ചൂട് കൂടുതലുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ടും കൂടി വരുന്നത് കൊണ്ട് ഓവർ ഹീറ്റ് ആവുമല്ലോ. നമ്മുടെ ഒന്നാമത് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കൂടി വരുന്ന സമയത്ത് എല്ലാം കൂടെ ആകുമ്പോൾ ചൂടാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ലൈനിങ് വെക്കാതെ. ലൈനിങ് വെച്ചാലും കുറച്ചും കൂടി നല്ലതാണ്, നല്ല ഫിനിഷിങ്ങിൽ കുറച്ച് നാളും കൂടി എപ്പോഴും നമ്മൾ മെറ്റീരിയൽ ലൈനിങ് ഉള്ള ടോപ്പാണെങ്കിൽ കുറച്ച് നാളും കൂടി നിൽക്കും. ലൈനിങ് ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ. പിന്നെ നിഴലടിക്കത്തൊന്നുമില്ല കേട്ടോ, കോട്ടൺ സിൽക്കാണ് നിഴലടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഈ പതിച്ചടിക്കാതെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ചെറിയ എമ്മിങ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും അയൺ ചെയ്തിട്ട്. ഞാൻ പിന്നെ എനിക്ക് വീണ്ടും ഇവിടെ വീണ്ടും ഞാൻ ലൈനൊക്കെ വലിച്ച് വീണ്ടും അയൺ ബോക്സൊക്കെ സെറ്റ് ചെയ്ത് വേണം എനിക്ക് അയൺ ചെയ്യാൻ. ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലിപ്പം പതിച്ചടിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവേ വേണമെങ്കിൽ. ശരിക്കും അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ബാക്ക് കഴുത്തും കൂടി പിടിപ്പിക്കുകയാണ് കേട്ടോ. ബാക്ക് കഴുത്തും കൂടി പിടിപ്പിച്ചിട്ട് ബാക്ക് കഴുത്ത് ഈ പറയുന്ന മാതിരി പതിച്ചടിക്കുന്നതിന് മുമ്പ് തന്നെ ഫ്രണ്ട് പോർഷനുമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യും ഷോൾഡർ വെച്ചിട്ട്. അങ്ങനെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഷോൾഡർ ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള ഷോൾഡർ കിട്ടും നമുക്ക്. എന്താ പറയുക, പുറമെ പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഷോൾഡർ അല്ലാണ്ട് കവേർഡ് ആയിട്ടുള്ള ഷോൾഡർ കിട്ടും. അതുകൊണ്ട് അതങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ വേറെന്താ പറയാൻ വന്നേ ഇതിനിടയ്ക്ക് ഞാൻ പിന്നെ
എന്താ പറയുക, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ട്. ഇഷ്ടംപോലെ പേര് കാണുന്നവരിൽ 3/4 പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ ഒരു മാർഗ്ഗവും ഇല്ല. ഇഷ്ടപ്പെടുന്നവരോ ഇനി ഇഷ്ടപ്പെടാത്തവരോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവുക. എന്താ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. മെയിനായിട്ട് ഇഷ്ടപ്പെടുന്നവരെക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടാത്തവരൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ചെയ്ത് കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും മോഡൽസ് നിങ്ങൾക്ക് ചെയ്യുന്നത് കാണണം, വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അതും ചോദിക്കുക. അതും ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും ഒന്ന് പറഞ്ഞേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പം എല്ലാവരും പറയുന്ന പോലെ ഞാൻ പറയാഞ്ഞിട്ടാണോ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, പിന്നെന്തായിരുന്നു, മെസ്സേജ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ പണിയും കൂടെ കഴിഞ്ഞു. അത് കണ്ടോ എങ്ങനെയുണ്ട്, നല്ല ഫിനിഷിങ് ആയിട്ടില്ലേ. ഇനി ഇത് നമ്മൾ പിന്നെ 2 പോർഷനും കൂടി ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ എന്താ പറയുക, സ്പ്ലിറ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പ്ലിറ്റിന് ഞാൻ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 19 എടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റിൻ്റെ ഡിസ്റ്റൻസ് കേട്ടോ, എനിക്ക് 19 മതി. 19 എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഷോൾഡർ തൊട്ട് നമ്മുടെ സ്പ്ലിറ്റ് എവിടം വരെ വേണം എന്നുള്ള ലെങ്താണ് ഈ 19 എന്ന് പറഞ്ഞത് കേട്ടോ. അതാണ് എനിക്ക് കറക്റ്റായിട്ട്. പിന്നെ കൂടിയാലും കുറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. എന്നിട്ട് അത് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഷോൾഡർ അടിച്ച് കഴിഞ്ഞിട്ട് ബോഡിയും കൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വിരിച്ചിട്ടിട്ട് മറ്റേ നേരെ വെച്ചിട്ട് സൈഡ് വശം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കും, സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കും. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന മാതിരി സ്പ്ലിറ്റ് അടിക്കാൻ എളുപ്പം ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നേരെ വെച്ചിട്ട് സ്പ്ലിറ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് അടിക്കൽ അത്യാവശ്യം നിങ്ങൾ വീണ്ടും 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 ചെയ്താൽ മാത്രമേ സ്പ്ലിറ്റ് അടിക്കുന്നത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാൻ വേറൊരു വീഡിയോയിൽ കണ്ടു കേട്ടോ, നേരെ ഒറ്റ സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് സ്പ്ലിറ്റ് അടിച്ചാൽ കുറച്ചും കൂടി ഫിനിഷിംഗ് ആയിട്ട് കിട്ടുമെന്ന്. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതൊരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ട് വരുമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ഇടാം കേട്ടോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ പറഞ്ഞ മാതിരി അത് കറക്റ്റായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ്. കാരണം ഞാനൊക്കെ പണിപ്പെട്ടത് മുഴുവൻ ഈ സ്പ്ലിറ്റ് ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കാനാണ്. ഇപ്പോൾ അത് നോക്കിയാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നില്ലേ. ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, കണ്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് അത് പിന്നെ ഈ മുമ്പ് ചെയ്തിരുന്നൊരു പരിപാടിയാണെന്ന് പറയുക, സ്പ്ലിറ്റിൻ്റെ ഇപ്പുറത്തും കൂടി ഒന്ന് പതിച്ചടിക്കുമായിരുന്നു. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ബോർ പരിപാടിയാണ്, അത് നമ്മൾ ചെയ്യാറില്ല. പിന്നെ കഴുത്തൊന്ന് എമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ, എമ്മിങ് തന്നെ ചെയ്യണം. എമ്മിങ് നല്ല ഫിനിഷിംഗ് ആയിട്ട് എമ്മിങ് കൂടി ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കോട്ടിൻ്റെ പരിപാടിയാണ്. കോട്ടിൻ്റെ തുണി ഇതാ കണ്ടോ എങ്ങനെയുണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചാട്ടോ, ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ്. ഇതിനിടയ്ക്ക് ഒരു പരിപാടി പറ്റി. ഞാൻ ആദ്യമേ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വന്നു കേട്ടോ, ഒരു മുക്കാലുള്ളത് ഈ ഒരു പോർഷൻ വരെയൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നോക്കുമ്പോൾ റെക്കോർഡിങ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. വെറുതെ വീഡിയോ പ്ലേ ചെയ്ത് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞില്ല എന്നുള്ളത്. അപ്പോൾ ഏതായാലും ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ്. 5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ എടുത്തേക്കുന്നത്. 5 മീറ്ററിൻ്റെ ഈ മെറ്റീരിയലിന് 395 രൂപ എങ്ങാണ്ടായിട്ടുള്ളൂ. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി മെറ്റീരിയൽ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ക്വാളിറ്റി. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണുണ്ടോ എന്ന് എനിക്കറിയില്ല, ലൈറ്റിങ്ങിൻ്റെയാണ്. ഇതേ കൂടെ ചെറിയൊരു സ്ട്രൈപ്സ് ഉണ്ട്, ഒരു സിൽവർ സ്ട്രൈപ്സ്. അത് അടിപൊളിയാണ് ശരിക്കും. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയാണ് ഈ സാധനം കാണാൻ. ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് 5 മീറ്ററിൽ ഒരു ടോപ്പും തയ്ക്കുക, 2 ടോപ്പ് തയ്ക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ എവിടെയോ ഇങ്ങനെ വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി. എനിക്കിങ്ങനെ ഒരു മെറ്റീരിയൽ, എനിക്കാണെങ്കിൽ കോട്ടൺ സിൽക്കിൻ്റെ ഈ പറയുന്ന മാതിരി ഒരു റെഡിഷ് മെറൂണ് ഇരിപ്പം ഉണ്ടല്ലോ എന്ന് ഓർത്തപ്പോൾ ഏകദേശം വെച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ വർക്കും ആ മെറൂണുമായിട്ട് നല്ല മാച്ചിങ്ങും ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ഒരു പ്ലാൻ ചെയ്തുകൂടാ. ഇത് ഞാൻ മുമ്പ് തൊട്ടേ ആഗ്രഹിച്ചിരുന്ന ഒരു മോഡൽ ആയതുകൊണ്ടും എന്നാൽ ഇപ്രാവശ്യം ക്രിസ്മസിന് ഇടാൻ ഇങ്ങനെ ഒരെണ്ണം ആക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ തയ്ക്കുന്നതാണ്. ചിലപ്പം ഞാൻ പറയാൻ പറ്റില്ല, ഓഫീസിലെ പ്ലാനിങ് ഒക്കെ മാറിയാൽ റെഡും വൈറ്റും ഒക്കെ മാറ്റി ഒന്നെങ്കിൽ റെഡ് ഇല്ലെങ്കിൽ വൈറ്റ് എന്നൊക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വേറെ ക്രിസ്മസിന് ഇടാൻ തയ്ക്കണം.
എങ്കിലും ഇത് അല്ലാത്തപ്പോഴും യൂസ് ചെയ്യാവുന്ന ഒരു ടൈപ്പാണ്. കാരണം അത്ര പ്യുവർ റെഡൊന്നുമല്ല, മെറൂൺ കയറി വരുന്നതുകൊണ്ടേ നമുക്ക് നോർമലായിട്ടും വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ആദ്യം ഒരു വി നെക്കിൻ്റെ പാറ്റേണിലാണ് എൻ്റെ കഴുത്ത് വെട്ടിയെടുക്കുന്നത്. ബാക്കി ബോഡി കട്ട് ചെയ്ത് പറയാത്തതെന്നു വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ മുമ്പ് കട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് 2.5 സെൻറ്റിമീറ്റർ, പിന്നെ ഷോൾഡർ വിഡ്ത്ത് ഒരു 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. 2 പ്ലസ് തയ്യൽ തുമ്പ എടുത്തിട്ടുള്ളൂ. പിന്നെ കഴുത്ത് കുറച്ചധികം, കഴുത്തെന്ന് പറയാൻ പറ്റില്ല, ഇത് കുറച്ച് ഒരു വി ടൈപ്പിൽ വന്നിട്ട് താഴേക്ക് ഫുള്ളായിട്ട് ഓപ്പൺ വരുന്ന രീതിയിലാണ് അത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് അവിടെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുകയോ ചെയ്യുന്നുള്ളൂ കേട്ടോ. കോട്ടടിക്കൽ എളുപ്പം എന്ന് പറയാൻ പറ്റില്ല, സോറി. ഇതിൻ്റെ ആ ഒരു ഫ്രില്ല് വയ്ക്കലാണ് പണി. അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ മാതിരി 2 ടോപ്പൊന്ന് പ്ലാൻ ചെയ്തിരുന്ന ആ മെറ്റീരിയൽ മുഴുവൻ ഞാൻ ഈ ഒരു ഒറ്റ കോട്ട് ചെയ്തു. 5 മീറ്റർ കോട്ടാണത്. 5 മീറ്ററിൻ്റെ തുണിയാണ് ആ കോട്ടിന് വന്നത്. പക്ഷേ അത് നല്ല സാറ്റിസ്ഫൈങ് ആട്ടോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് ലുക്കും അതിൻ്റെ ഒരു എന്താ പറയുക പെർഫോമൻസ് എനിക്കിഷ്ടപ്പെട്ടു. അടിപൊളിയായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു സങ്കടം അങ്ങ് മാറി. 2 ടോപ്പിന് പകരം ഒരെണ്ണം അടിച്ചതിലുള്ള വിഷമം അതങ്ങ് മാറി. അടിപൊളി സാധനമാണ്. അല്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ പിന്നെ ബാക്ക് നെക്ക് ഞാൻ ഒട്ടും ഇറക്കിയിട്ടില്ല. ഒരു 1.5 ഇഞ്ച് ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി മാത്രമാണ്, ഒരു 1.5 അല്ല കേട്ടോ, സോറി 3 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് മാത്രം ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് ഇറക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ ബാക്ക് നെക്ക് കൂടെ കട്ട് ചെയ്തു. ഇതിനൊന്നും ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല കേട്ടോ. അല്ലെങ്കിലും കോട്ടിന് ലൈനിങ് വെക്കായിരിക്കും തന്നെ നല്ലത്. എന്നിട്ട് ഇനിയാണ് ഇതിൻ്റെ ഒരു ടാസ്ക്. ഞാൻ ആദ്യം ഒരു അളവെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര വീതം കട്ട് ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇതിന് ശേഷമല്ല, സോറി, അങ്ങനെ വരച്ച് വെച്ചതിൽ നിന്ന് ഞാൻ പിന്നീട് ആഡ് ചെയ്താണ് കുറച്ചും കൂടി എനിക്ക് മെറ്റീരിയൽ വേണ്ടി വന്നു. സൈഡിലെ ഏറ്റവും താഴത്തെ 2 ലെയർ കണ്ടോ, ആ 2 ലെയറിന് കുറച്ചും കൂടി ഉദ്ദേശിച്ചതിനേക്കാളും മെറ്റീരിയൽ വേണ്ടി വന്നു. എങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് പ്രത്യേകിച്ച് കൊടുക്കാത്തതിൻ്റെ കാര്യം, മുകളിലത്തെ പോർഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്. അല്ലേ തന്നെ ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം ലെങ്ത് കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ അത് വിശദമായിട്ട് കാണിക്കാണ്ട്. ഇതിനകത്ത് കാണാമല്ലോ, മറ്റേ സ്ട്രൈപ്സ് കാണുന്നില്ലേ, ചെറിയൊരു സിൽവർ സ്ട്രൈപ്സ് വരുന്ന കണ്ടോ, അടിപൊളിയാണ്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ടോപ്പ്, പാൻറ്റ്, പിന്നെ ഷോള്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഓഫീസിൽ ഉപയോഗിക്കാം. പിന്നെ കോട്ടൺ സിൽക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഷേപ്പ് വരും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കും. ഇതാണ് കോട്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ടോ? വാവ്, എന്ത് രസമല്ല എൻ്റെ ഫ്ലെയർ പോകുന്നതാണ്. എനിക്ക് എന്താണെന്നറിയില്ല, ഇത്രയും ഫ്ലെയറുള്ള തുണികളോട് അതായത് ഡ്രസ്സുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചിങ്ങനെ കറങ്ങണം, ആ ടൈപ്പ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇനി ജസ്റ്റ് 1-2 ഫോട്ടോസും കൂടി എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ബോറായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.